ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് രസമുള്ള മൊമെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് സൈഫുവിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ നമ്മളെന്താക്കിയില്ല, കാര്യമായിട്ടുള്ളൊരു വിഷയം. ഇന്നലെ എൻ്റെ കേക്ക് കട്ടിങ്ങിന് ഒന്നിനും ഞാൻ പോയിക്കില്ല. ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. സോ ജസ്റ്റ് ഓനിക്കൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബ്ലാക്കിലേക്ക്, അതായത് വടകര തായങ്ങാടിയിലുള്ള ബ്ലാക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് എന്താക്കിക്കില്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്താക്കി 500 കഴിഞ്ഞേക്കേ. അത് സേഫിന് എന്താ പറയാനുള്ളത്? 500 ആൾ വിട്ട്. അസ്സലാമു അലൈക്കും, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വന്നതെന്ന് വെച്ചാൽ ഇന്ന് സൈഫുവിൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ നമ്മളെന്താക്കിയില്ല, കാര്യമായിട്ടുള്ളൊരു വിഷയം. ഇന്നലെ എൻ്റെ കേക്ക് കട്ടിങ്ങിന് ഒന്നിനും ഞാൻ പോയിക്കില്ല. ഒരു സർപ്രൈസ് കൊടുക്കണം എന്നൊരാഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. സോ ജസ്റ്റ് ഓനിക്കൊരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബ്ലാക്കിലേക്ക്, അതായത് വടകര തായങ്ങാടിയിലുള്ള ബ്ലാക്കിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെ എടുക്കലുള്ളൂ. ഇട്ട ഷർട്ട് പെയിൻ്റ് എല്ലാം ഇവിടുന്ന് എടുത്തിട്ട. ഓനും അത്യാവശ്യം പർച്ചേസ് ചെയ്യുന്നത് ഇവിടുന്ന് തന്നെയാണ്. സോ ഓനിക്ക് പറ്റിയ നല്ലത് എടുത്തു തരാൻ ഇവിടെ ആളുണ്ട്, ആഷിഖ് അണ്ണൻ. അദ്ദേഹത്തെ ഒന്ന് കാണിക്കാം. ആഷിഖ് സർ, ആഷിഖ് വടകരയിലെ ഫേമസ് ആണ്. അപ്പോൾ ആരെടുത്ത് ഷർട്ട് എടുത്തത്? റിസ്വാനാ? സൈഫൂൻ. എനിക്ക് സൈഫു ലാർജ് എക്സൽ നല്ല കളക്ഷൻസ് ഉണ്ട്. താങ്ക് യു. അപ്പൊ സൈഫൂനുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ള അറിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാ. നാമ എനിക്ക് വെള്ളിയാഴ്ച ഇടുകയും ചെയ്യാലോ അല്ലേ? ഇത് ലൈവ് ആണെങ്കിൽ എനിക്ക് നിങ്ങൾ അഭിപ്രായം ചോദിക്കണം. പക്ഷേ ഇതിപ്പോ ഞാൻ പിന്നെ ആഷിക്കിന്റെ അഭിപ്രായം കിട്ടിയാൽ എടുക്കല, അത്രേ ഉള്ളൂ. ഇവിടെ വന്ന ഒരു സുഖം വെച്ചാൽ ഏത് ടൈപ്പ് നമുക്ക് എടുക്കാം. അതിപ്പോ മറ്റേ ഫോർമൽ ആയിട്ട് വേണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് എടുക്കാം. ഈ പറഞ്ഞ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം വേണമെങ്കിൽ അങ്ങനത്തെ എടുക്കാം. സേപ്പ് ഇതെല്ലാം ഇടുന്ന ടൈപ്പാ. ഓൻ്റെ ഒരു ടൈപ്പ്, ഓൻ്റെ ഒരു ടേസ്റ്റ് ആണിത്. ഓൻ ഞാൻ സൈസ് എടുക്കാന്നെങ്കിൽ ലാർജ് എക്സൽ എടുക്കല് ബാക്കിയോ മാറ്റിക്കോട്ടെ. നമുക്കൊന്ന് എടുത്താൻ കൊടുക്കാം. സൈസ് ഒത്തിക്കില്ല റിസ്വാനല്ലേ? സൈസ് ഒത്തിക്കില്ല ഒന്ന് മാറ്റിക്കോട്ടെ. അതിന്റെ ദുബായിലൊന്നും ഇല്ലല്ലോ ഇനി. പക്ഷേ നമുക്ക് വീടെടുത്തിരുന്നത് നമ്മൾ സ്വന്തം മുഹമ്മദാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തിരിയില്ല കൊയ്യും. അത് ലാസ്റ്റ് മുഹമ്മദിനെ കാണിക്കാണ്ട് വീഡിയോ അവസാനിപ്പിക്കില്ലേ അത്. അപ്പൊ നമുക്ക് ഷർട്ട് തപ്പല് വലിയ ടാസ്ക്. ഞാൻ ഇങ്ങനത്തെ ആശി ഞാൻ അങ്ങനെ എടുക്കാന്, ഞാൻ ഒന്നെങ്കിൽ പ്ലെയിന് വൈറ്റ് കണ്ടാല് സിമ്പിൾ സാധനം എപ്പോഴും ഒന്നെടുത്തിട്ട് അങ്ങ് പോകും. ഒരു സാധനം കൊടുത്താൽ അത് ഇഷ്ടപ്പെട്ട് ഇടങ്ങാറൊക്കെ നിൽക്കില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇന്നേ വരെ ഞാൻ ഇവിടെ വന്നിട്ട് ഷർട്ട് എടുക്കുന്ന ഡ്രസ് എടുക്കുന്ന പെരക്കിക്ക ഇല്ല. വൈറ്റ് അങ്ങനത്തെ സിമ്പിൾ നമ്മളെ പണി കഴിയോ. ആശിക്ക് ഞാൻ നല്ലത് എടുത്തു തരും. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഈ റാക്കിൽ നോക്കണം. റാക്കിൽ ചിലപ്പോ എനിക്ക് പിടിക്കണമെന്നില്ല. ഇതിലിപ്പം വേറെ വിഷയമുണ്ട്. ഇവിടുന്ന് എടുക്കുന്ന സെയിം സാധനം ഷുറൂഖിന്റെ അടുത്ത് ഉണ്ടായിരുന്നത്. ഷുറൂഖിന്റെ അടുത്തുണ്ടെങ്കിൽ എടുത്ത് കരുതി ഇപ്പോ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നില്ല. നല്ല കളറാട്ടാ. ടൈപ്പ് നല്ലൊരു ഷർട്ട്. ഇത് അത് എന്താ അവസ്ഥ? പുതിയല്ല. ഓനതെല്ലാം ഇടും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടോ എനിക്ക്? ഓൻ ഇങ്ങനത്തെ എല്ലാം ഇടും. ഇനി സൈഫിനൊന്ന് വിളിക്കണേ, ഇവിടെ വിളിപ്പിക്കണം. ഇല്ല, ഓനിക്ക് എന്താ അറിയാനാ? അല്ല എന്താ പറയാ, പുറത്തു പോയി കഴിഞ്ഞാൽ ഓനേത് ഈ കാട്ടില് ഇരുട്ടത്തായിട്ടുണ്ടായാന്. പിന്നല്ല ഞാൻ അത്ര ലോങ് അല്ലല്ലേ, കിട്ടാൻ ചാൻസ് കിട്ടും. മേലിങ്ങനെ കേക്കും. ഞാൻ എഡിറ്റ് പേ ചെയ്യും. അപ്പൊ ഇതാ ഈലേതൊന്നും ഒരു കലാശിക്ക ഞാൻ കാണിച്ച വൈറ്റ് അടിപൊളി കേട്ടാ. അത് വേറെ എടുത്തിക്കാ. മാറ്റിക്കോട്ടെ അല്ലേ? പിന്നെ അധികം നമുക്ക് എനക്ക് എടുക്കാന്നില്ല, ആർക്ക് എടുക്കാനായാലും അധികം ഇടങ്ങാറാക്കുന്ന ഇഷ്ടമല്ല. ഇപ്പൊ ഈ ഷർട്ട് നമ്മള് സേഫോന് വേണ്ടി ഫിക്സ് ആക്കിയിരിക്കുകയാണ്. ഓനോട്ട് എനിക്ക് ഈ വെള്ളിയാഴ്ച ഓന് ഷർട്ട് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ഓന് ഷർട്ട് ഇടും എന്ന് വിചാരിക്കുന്നു. എക്സൽ അല്ലേ? എക്സൽ ഉണ്ടോ ജിമ്മിനോ? സേഫിന് സേഫ് മൊഞ്ചനാ. എന്തെങ്കിലും ഉണ്ട് അതുപോലെ ചേഞ്ച് ആക്കാലോ. ഓക്കെ. നമ്മളെ ബ്ലാക്ക് ഇവിടെ തന്നെ ഉണ്ട്, നമ്മളെ ഇവിടെ തന്നെ ഉണ്ട്.
ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തത് ഒരു വല്ലാത്തൊരു നല്ല പുതിയ മോഡൽ സാധനമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമോ, എനിക്ക് ഇങ്ങനത്തെ ഇടും, ഇഷ്ടപ്പെടാണ്ടൊന്നുമില്ല. അപ്പം ആരും അറിയില്ല, ഇവിടെ ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇത് അറിയുള്ളൂ. എടാ പുറത്തൂടെ അറിയടാ. അപ്പോൾ ഇതിപ്പോൾ ഇവരുടെ അഭിപ്രായ പ്രകാരം അത് തന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. അതായത് ഉള്ളെടുത്ത് പോയിട്ട് കൊടുക്കൽ തന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഷോപ്പ് മൊത്തം കാണിച്ചു തരാം. ഷോപ്പ് മൊത്തത്തിൽ മാഷാല്ലാ 5 ബ്രാഞ്ച്, ബ്ലാക്കിന് മൊത്തം 5 ബ്രാഞ്ച് ഉണ്ട്. നാദാപുരത്ത് 2, വടകരയിൽ 2, കുറ്റാടിയിൽ 1. അപ്പോൾ ഇവിടെ ഏടെ ഉണ്ടെങ്കിലും ആശയ്ക്കുള്ള ബ്ലേക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഹൈലൈറ്റ്. ഇത്രയും നേരം ക്യാമറ എടുത്താണ് നമ്മളെ മുഹമ്മദ്. താങ്ക് യു ഫോർ മുഹമ്മദ്. റിസ്വാൻ ഇപ്പൊ ആഷിക്കിന് ശേഷം, ആഷിക്ക് എന്ന വൻമരം വീണാലും ബ്ലാക്ക് കൊണ്ടുകൊടുക്കാൻ കേൾപ്പുള്ള റിസ്വാന്. പിന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നമ്മൾ പണിയെടുത്തേക്ക് ഇപ്പോട്ട ഷർട്ടും ഇപ്പോട്ട എന്നും വീണെടുത്തതാ. അത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഇനിയുള്ളത് സൈഫുവിന് കൊടുക്കുന്ന പരിപാടിയാണ്. കൊടുക്കുന്ന പരിപാടിയിലേക്ക് പോവാം ഇൻഷാ അല്ലാ. ബാക്കി ആടുന്ന് ഒന്നടലേന്ന് തപ്പണം. അപ്പോൾ ഗൈസ് സൈഫുവിനെ വിളിച്ചിട്ട് കൂട്ടാൻ വരാൻ പറഞ്ഞിരിക്കാൻ. പൊട്ടനെ തിരിഞ്ഞിക്കില്ല ഒന്നും. ഞാൻ ഇവിടെ ഓഫീസിൻ്റെ അടുത്തുണ്ട്, വരാൻ പറഞ്ഞിക്ക് ഓൻ വരുന്നുണ്ട്. ഇപ്പോൾ ഓനെ കൂടി സൊസൈറ്റി പോയിട്ട് ആടുന്ന് ഓനിക്കൊരു ഒരു 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 കണക്കിനും കത്താൻ ചാൻസ് ഇല്ല. കാരണം ഓൻ എക്സ്പെക്റ്റ് ചെയ്യൂലേ ഇത്, ഉറപ്പാ. എത്തിയാൽ എന്താക്കണമെന്ന് എത്തുന്നതിന് ഞാൻ വീഡിയോ എടുക്കുന്ന കാട്ടി, കാരണം വെച്ചാൽ കണ്ടിട്ട് ഡൗട്ട് അടിക്കണ്ട. ഓക്കെ, ഇപ്പം നമ്മളിവിടെ ഗ്രൗണ്ടിലെത്തിക്ക് സൈഫു ആടെയുള്ള ഇതൊന്നും പ്രതീക്ഷിക്കില്ല, 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് നിന്ന് എന്തായാലും ഇതൊന്നും പ്രതീക്ഷിക്കില്ല. നമുക്ക് ഇതോണിക്ക് അവിടെ പോയിട്ട് കൊടുക്കാം. വാ കട്ടാണിക്കോ. ഞാൻ പോയി കുട്ടികളിവിടെ ഇല്ല, കുട്ടികളിവിടെ ഇല്ല, കുട്ടികളിവിടെ ഇല്ല. ഞാനൊരു ബ്ലോഗ് എടുത്തിട്ട് ഇതാക്കാൻ പേശ് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഓരോ വയ്ക്കുക, ഓരോരുത്തരൊക്കെ വയ്ക്കുക. അപ്പം ഇതാണ് സൈഫു. അപ്പോൾ നമ്മൾ അക്കൗണ്ട് എന്താക്കിക്കില്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എന്താക്കി 500 കഴിഞ്ഞിക്കേ. അത് സൈഫിന് എന്താ പറയാനുള്ളത്? 500 ആള് വിട്ട്. 500 ആള് വിട്ട്. എന്റെ ബർത്ത്ഡേ എനിക്ക് എന്താ പറയാനുള്ളത്? ബർത്ത്ഡേ മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ. സൈഫിന്റെ ബർത്ത്ഡേ വയസ്സായി, പെണ്ണെട്ടാൻ വയസ്സ്, ഏട്ടൻ കെട്ടി, ഇനി പൂനെ കെട്ടാൻ ബാക്കിയല്ലോ. കുഞ്ഞി പറയുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പെട്ട്. വേറെന്താ പറയാ, ഇന്ത്യ എല്ലാം ക്യാരക്ടർ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ. ഷഡ്ഡി ബ്ലാക്കിന്റെ കവറില് നിനക്ക് സൈസ് ഒന്നും എനിക്ക് അറിയില്ല, XL എടുത്തത്. പിന്നെ ലൈഫിൽ ആദ്യത്തെ ഗിഫ്റ്റ്. അല്ലാതെ മാഷാല്ലാ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. ഗിഫ്റ്റ് എനിക്ക് പറയാൻ മറ്റേ ഫുൾ മന്തിക്കുള്ള ഗിഫ്റ്റ് എല്ലാം കിട്ടിക്കിട്ടവല്ലോ. എന്റെ കാരണം പിന്നെ ഹാപ്പി അല്ലേ? ഹാപ്പി ഡബിൾ. അടുത്ത വെള്ളിയാഴ്ച കട. അതാ എന്റെ മനസ്സിലാക്കണത്, ഇനി വെള്ളിയാഴ്ചക്ക് തരണത്. ഞാൻ ഷർട്ട് എടുക്കും മാഷിനെ പറഞ്ഞേ, അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച തരണോ, അത് നമ്മൾ ആഗ്രഹം. അത് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും നീ ഹാപ്പി ആവും എന്നൊരു ഇത് എനിക്ക് ഉണ്ടേനു. പ്രതീക്ഷിക്കില്ലല്ലോ എന്തായാലും. പ്രതീക്ഷിച്ചില്ല. ഞാൻ വെച്ച് എനിക്ക് എന്താ പറയാ. അപ്പോൾ അൽഹംദുലില്ലാ സന്തോഷമായി, നമുക്കും സന്തോഷമായി. അപ്പോൾ ഇതെല്ലാന്ന് ഇത് കണ്ടന്റ് ആയിട്ട് ചെയ്തൊന്നല്ല, പക്ഷെ എനിക്ക് ഇത് എടുക്കണം എന്നുണ്ടേനു. അതുകൊണ്ട് ഇതാ ഇത് നിങ്ങളോടും കൂടി അല്ല, ഇത് കണ്ടന്റ് എന്നുള്ള രീതി ചെയ്തൊന്നല്ല. കണ്ടെന്നുള്ള രീതി ചെയ്താണെങ്കിൽ ഓനെ വിളിച്ചിട്ട് വേറെ രീതിക്ക് എനിക്ക് പൊട്ടിക്കുന്ന സർപ്രൈസ് കൊടുക്കുന്ന എനിക്ക് അറിയാറ്റല്ല. അവിടെ ഇലക്ഷൻ വർക്കിൻ്റെ ഇതുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടിയിട്ട് ആഷിക്കിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് ഏൽപ്പിച്ച് കഴിഞ്ഞ് വരുന്നല്ലോ സെറ്റാക്കി. അപ്പോൾ ആഷിക്കിന് താങ്ക്സ്, ബ്ലാക്കിന് താങ്ക്സ്, സൈഫുവിന് താങ്ക്സ്, വീഡിയോ എടുത്ത് തരുന്ന സിനാപ്പോന് ഒരുപാട് താങ്ക്സ്. ശരി, പ്രശ്നം ഇങ്ങനെ തിരിച്ചാടിറക്കി തരുന്നില്ല കോഴ്സിൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും ഇൻഷാ അല്ലാ. എൻ്റെ വീഡിയോ എടുത്താന്ന് എൻ്റെ സിനാപ്പോനും എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഗൈസ്, സൗഹൃദങ്ങളൊന്നും കീപ്പ് ചെയ്യട്ടെ, ഉഷാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.